അങ്ങനെ 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വിധി വന്നു. ദിലീപ് കുറ്റവാളിയല്ലാന്ന്. 9 വർഷം വേണ്ടി വന്നു അയാൾ കുറ്റവാളിയല്ലാന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും പിടിപാടും സ്വാധീനവും പൈസയ്ക്കുള്ള ആൾക്ക് 9 വർഷം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായ നിങ്ങളൊക്കെ അവസ്ഥകളൊന്ന് ആലോചിച്ചാൽ മതി. ഇതേപോലെ എന്തെങ്കിലും കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്ന് ആരെ പേരിലും ആരോപണം നടത്തി കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയായി ചിത്രീകരിക്കും, മാധ്യമങ്ങൾ ഏറ്റെടുക്കും, ജനങ്ങൾ ഏറ്റെടുക്കും, എല്ലാവരും ഏറ്റെടുക്കും. ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അതിൻ്റെ ഇടയിൽ കൂടി ഈ റിപ്പോർട്ടുകൾ ഇത്രയും കാലം ഇയാളെ വേട്ടയാടിയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ദിലീപ് ഇങ്ങനെയാണ് വളരെ മോശമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വിധി വന്നതിന് ശേഷം അയാളെ ഇന്റർവ്യൂ എടുക്കുകയാണ്. അപ്പൊ ആ ഇന്റർവ്യൂ ഒന്ന് കാണുക, എന്നിട്ട് പറയാം. അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട്? അത് ആരാണെന്ന് അത് അവർ കൊണ്ടുവരട്ടെ. ഇനി പ്രതിനെ ഇനി പോലീസല്ലേ കണ്ടെത്തേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് ശരിക്കും മാനനഷ്ടത്തിന് കേസും കൂടി ഇതിന്റെ കൂടെ ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. ഇത്രയും കാലം വേട്ടയാടിയതല്ലേ, യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരട്ടെ, പുറത്ത് കൊണ്ടുവരട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ്, മാഅസ്സലാമ.